ഹായ് ഹലോ, നമുക്കൊരു ഗെറ്റ് റെഡി വിത്ത് മീ ആയാലോ. ലാസ്റ്റ് വീക്കിൽ എനിക്കൊരു ബർത്ത്ഡേ പാർട്ടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിനെടുത്ത് വെച്ച വീഡിയോ ആണ്. എൻ്റെ ഈ കുഴിമടി കാരണം ഞാൻ ഇപ്പോഴാണ് ഇത് എഡിറ്റ് ചെയ്യുന്നത്. ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ വിചാരിക്കും ഇവൾ ഇത്രയും പുട്ടി അടിക്കുമോ, ചത്ത് കിടന്നാലും ചുമഞ്ഞ് കിടക്കണമെന്നല്ലേ. നമ്മൾ ബർത്ത്ഡേ പാർട്ടിയാണ്, നൈറ്റ് ആണ് കേട്ടോ. അപ്പം കുറേ പേരൊക്കെ വരുന്നതല്ലേ. അപ്പോൾ ഈ പാർട്ടിക്കൊക്കെ പോകുമ്പോൾ കുറച്ച് അടിപൊളിയായിട്ടൊക്കെ മേക്കപ്പ് ചെയ്ത് പോകണ്ടേ. അപ്പോൾ ആ ഒരു ഒരുക്കങ്ങളൊക്കെയാണ് നിങ്ങൾ ഈ കാണുന്നത് കേട്ടോ. ഡ്രസ്സ് ഏതിടണമെന്ന് ഭയങ്കര കൺഫ്യൂഷനായിരുന്നേ. കുറേ ഡ്രസ്സ് ഉണ്ടെങ്കിലും ഞാൻ എപ്പോഴുും അവസാനം വന്നെത്തുന്നത് സാരിയിലാണ്. നിങ്ങൾക്കറിയാമല്ലോ, സാരി എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ക്രേസാണ് കേട്ടോ. അപ്പോൾ ഞാൻ സാരിയാണ് ഫൈനലി എടുത്ത് വെച്ചിരിക്കുന്നത്. അതിനുശേഷം ഞാൻ ഇതിൻ്റെ ഓരോരോ പുട്ടികൾ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുവാണ് കേട്ടോ. ആദ്യം ഞാനൊരു ഫേസ് പാക്ക് ഇട്ടിരുന്നു. എവിടെയെങ്കിലും പാർട്ടിക്ക് എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ ആദ്യം ഞാനൊരു പാക്ക് ഇടും. അതിന് ശേഷമാണ് ഞാൻ പിന്നെ മേക്കപ്പൊക്കെ ഇടുന്നത് കേട്ടോ. ആദ്യം റോസ് വാട്ടർ, അതിന് ശേഷം സെറം, അതുപോലെ മോയ്സ്ചറൈസർ, സൺബ്ലോക്ക്, ഫൗണ്ടേഷന്, അങ്ങനെയുള്ള കുറേ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ഇടുകയാണ് കേട്ടോ. പിന്നെ എപ്പോഴും കണ്ണാണ് ഹൈലൈറ്റായിട്ട് കൊടുക്കുന്നത്. അതുപോലെ ലിപ്സ്റ്റിക് ഇട്ടും. അങ്ങനെ മേക്കപ്പ് എല്ലാം ഒരുവിധം കഴിഞ്ഞ് കേട്ടോ. ഇനി നമുക്ക് ഹെയർ നന്നായിട്ട് കെട്ടണം. ഹെയർ ഞാൻ എപ്പോഴും സിമ്പിളായിട്ടാണ് കെട്ടുന്നത്. കാരണം ഹിജാബ് ഇടേണ്ടി കൊണ്ട് ഒരുപാട് ഫാഷനൊന്നും ഹെയറിൽ കൊടുക്കില്ല കേട്ടോ. അതിന് ശേഷം ഞാനൊരു തൊപ്പിത്തട്ട ഇട്ടിട്ടുണ്ട്. കാരണം ഈ ഒരു ഷാള് നമുക്ക് എപ്പോഴും ഒഴുകി പോകില്ല. അപ്പോൾ അത് പോകാണ്ടിരിക്കാൻ വേണ്ടി ബാക്ക് സൈഡിലോട്ട് ആക്കിയിട്ടാണ് ഞാനൊരു തൊപ്പിത്തട്ട ഇടുന്നത് കേട്ടോ. ഫ്രണ്ട് പോർഷനിലോട്ട് ഇടത്തില്ല. കാരണം ഒരുപാട് നമ്മൾ ഫ്രണ്ടിലോട്ട് ഇട്ടാലും നമ്മുടെ ഹെയറിന് ഈ നെറ്റ് ഒരുപാട് കയറും കേട്ടോ. അതുകൊണ്ട് ബാക്കിലോട്ടായിട്ടാണ് ഞാൻ ഇട്ടത്. അതിനുശേഷം സാരി എടുത്ത് സാരിയുടെ പിന്നൊക്കെ ഞാൻ ഷെഫിയെ കൊണ്ടാണ് കുത്തിക്കുന്നത് കേട്ടോ. എനിക്കാണെങ്കിൽ സാരിയുടെ ബാക്ക് സൈഡിൽ ആ പിന്നു കുത്താൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. പ്രത്യേകിച്ച് ഫുൾ സ്ലീവിൻ്റെ ബ്ലൗസും കൂടെ ആകുമ്പോൾ പിന്നെ പറയുകയും വേണ്ട. അപ്പോൾ അതിനുശേഷം പിന്നെ കമ്മലിട്ടും. മാലയൊന്നും ഇട്ടില്ല. മാല ഞാൻ ഓൾറെഡി എൻ്റെ ഒരു സിമ്പിൾ ഡയമണ്ട് ചെയിൻ ഉണ്ടായിരുന്നു, അതായിരുന്നു. അപ്പം കമ്മൽ മാത്രം ഹെവി ആയിട്ട് കൊടുത്തു. അതിനുശേഷം പിന്നെ മോതിരം ഇട്ടു. വാച്ച് ഞാൻ ഇട്ടില്ല, കാരണം ഫുൾ സ്ലീവിൻ്റെ ബ്ലൗസ് ആയതുകൊണ്ട് വാച്ച് ഇട്ടാലും ആരും കാണില്ലല്ലോ. അങ്ങനെ ഈ ഒരു ഹിജാബായിരുന്നു ഞാൻ ആദ്യം ഇട്ടത് കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഇട്ട് കഴിഞ്ഞപ്പം ഷെഫി എന്നോട് പറഞ്ഞു ഇത് അത്ര മാച്ച് ആവുന്നില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഇത് മാറ്റി പിന്നെ ഒരു ഓഫ് വൈറ്റിൻ്റെ ഹിജാബ് ഉണ്ടായിരുന്നു. അങ്ങനെ അതാണ് ഞാൻ ഇട്ടത്. അതിന് ശേഷം പിന്നെ പെർഫ്യൂം അടിച്ചു. പെർഫ്യൂം എൻ്റെ ക്ലിനിക് ഹാപ്പിയാണ് കേട്ടോ. അത് ഓൾവേസ് എൻ്റെ ഫേവറേറ്റ് ആണ്. അങ്ങനെ പെർഫ്യൂം അടിച്ചു, ചെരുപ്പിട്ടു. അപ്പം ഇതായിരുന്നു എൻ്റെ ഫൈനലി ലുക്ക് കേട്ടോ. അപ്പം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ. അതുപോലെ നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റിൻ്റെ ഒക്കെ പേര് അറിയണമെങ്കിൽ കമൻറ്റ് ഇട്ടാൽ കേട്ടോ. ഞാൻ